നമസ്കാരം. മറുനാടൻ മലയാളിക്കെതിരെ കേരള പോലീസിന്റെ വേട്ട തുടങ്ങിയിട്ട് കാലം കുറച്ചായി. പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടായി എന്ന കാരണം കൊണ്ടാണ് മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയെ നിരന്തരം പോലീസ് വേട്ടയാടുന്നത്. ഈ വേട്ടയുടെ ഒടുവിലത്തെ എപ്പിസോഡാണ് ഇന്നലെ കേരളം കണ്ടത്. ഒരു ദിവസമെങ്കിലും ഷാജനെ അഴിക്കുള്ളിലാക്കാൻ പോലീസ് നടത്തിയ ശ്രമങ്ങളാണ് നീതിപീഠത്തിന്റെ ഇടപെടലിൽ പൊളിഞ്ഞത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ നാടകീയ നീക്കങ്ങൾ പുലർച്ചെ ഷാജന് ജാമ്യം അനുവദിച്ചതോടെ അവസാനിക്കുകയായിരുന്നു. സർക്കാർ തന്നെ വേട്ടയാടുകയാണെന്നും മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വാർത്ത നൽകുന്നതിന്റെ പ്രതികാരമാണ് അറസ്റ്റെന്നും ഷാജൻ ജാമ്യം ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഏതാണ് കേസെന്ന് പോലും പറയാതെയായിരുന്നു പോലീസിന്റെ ഇടപെടൽ. ഇപ്പോഴത്തെ DGPയുടെ ഇടപെടലും ഇതിന് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. മാതാപിതാക്കൾക്കൊപ്പം എരുമേലിയിലെ വീട്ടിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുമ്പോഴായിരുന്നു പോലീസ് സംഘം ഷാജന് പിന്നാലെ കൂടിയത്. കുടപ്പനക്കുന്നിലെ വീട്ടിലെത്തിയതിന് പിന്നാലെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവേ ഷാജൻ സ്കറിയെ കസ്റ്റഡിയിലെടുത്തു. ഷർട്ട് പോലും ഇടാൻ അനുവദിക്കാതെയായിരുന്നു കസ്റ്റഡി. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന്റെ വസതിയിലെത്തിച്ച് ഹാജരാക്കിയായിരുന്നു. കൃത്യമായ തിരക്കഥയോടെയായിരുന്നു പോലീസിന്റെ നീക്കങ്ങൾ. എന്നാൽ അഡ്വക്കേറ്റ് ശ്യാം ശേഖർ അറസ്റ്റ് നടപടിയിലെ നടപടിക്രമങ്ങൾ പാലിക്കാതിരുന്നത് ചൂണ്ടിക്കാട്ടി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും കോടതി മുമ്പാകെ വാദിച്ചു. ഇതോടെ തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജഡ്ജ് ശ്വേത ശശികുമാറാണ് ജാമ്യം അനുവദിച്ചത്. 2024 ഡിസംബർ 23 മറുനാടൻ മലയാളിയുടെ ഓൺലൈൻ ചാനലിൽ പ്രസിദ്ധീകരിച്ച വീഡിയോ അടിസ്ഥാനമാക്കിയാണ് മറുനാടൻ വേട്ട തുടങ്ങിയത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിലാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇടപെടലും വ്യക്തമായി. ഇന്ന് തൃശൂർ പൂരത്തിന്റെ വാർത്തകളിലേക്ക് ചാനലുകൾ കടക്കുമ്പോൾ അവസരം മുതലാക്കി ഷാജനെ അഴിക്കുള്ളിലാക്കുക എന്നതായിരുന്നു പോലീസിന്റെ തന്ത്രം. രാത്രി 8:30യോടെയാണ് ഷാജൻ സ്കറിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ 79-ാം വകുപ്പ്, IT നിയമത്തിലെ 120-ാം വകുപ്പ്, കേരള പോലീസ് ചട്ടങ്ങളും ചുമത്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവാദ വ്യവസായി കെൻസ ഷിഹാബിന്റെ തട്ടിപ്പിനെ കുറിച്ചായിരുന്നു മറുനാടന്റെ വാർത്തകൾ. കോടികൾ കബളിപ്പിച്ച ഷിഹാബിനെതിരെ കേരള പോലീസിന്റെ ലുക്കൌട്ട് നോട്ടീസും നിലനിൽക്കുന്നുണ്ട്. വിവാദ വ്യവസായിയുടെ വിശ്വസ്തയായ യുവതി നൽകിയ പരാതിയിൽ FIR ഇട്ട ശേഷം മറുനാടനെ വേട്ടയാടാനുള്ള അവസരമാക്കി മാറ്റിയ സർക്കാരിനും പോലീസിനും കനത്ത തിരിച്ചടി കോടതിയിൽ നിന്നുമുണ്ടായി. കെൻസ ഇന്റർനാഷണൽ എന്ന സ്ഥാപനത്തിന്റെ മറവിൽ നൂറുകണക്കിന് മലയാളികളെയും മറ്റ് ഇന്ത്യക്കാരെയും കബളിപ്പിച്ച് കോടികൾ സ്വന്തമാക്കിയ അർമാനി ക്ലിനിക് ചെയർമാൻ ഷിഹാബ് ഷായ്ക്കെതിരെ മറുനാടൻ വാർത്തകൾ നൽകിയിരുന്നു. ഈ കേസിൽ ഷിഹാബ് ഷാ അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ ഷിഹാബിന്റെ അടുത്ത അനുയായി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തതും ഷാജനെ അറസ്റ്റ് ചെയ്തതും. മറുനാടനെ പൂട്ടുമെന്ന് വാശി പിടിച്ചിറങ്ങിയവർ ഷാജൻ സ്കറിയക്കെതിരെ വീണ്ടും വേട്ടക്കിറങ്ങുന്നു എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്നാൽ അഴിക്കുള്ളിൽ അടയ്ക്കാനുള്ള നീക്കം ഇക്കുറിയും നീതിപീഠത്തിന് മുന്നിൽ പൊളിയുകയായിരുന്നു. വ്യക്തികളെ അറസ്റ്റ് ചെയ്യൽ, നോട്ടീസ് നൽകൽ തുടങ്ങിയവയിലെ നടപടിക്രമങ്ങളിൽ സുപ്രീം കോടതിയുടെ മാർഗരേഖകൾ കർശനമായി പാലിക്കാൻ DGPയുടെ നിർദ്ദേശം നൽകിയത് 2023 പോലീസിന്റെ ഉത്തരവാദിത്തങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും വിവരിച്ചുള്ള പുതുക്കിയ സ്റ്റാൻഡിംഗ് ഓർഡർ പുറത്തിറക്കിയായിരുന്നു പോലീസ് മേധാവി. ഈ ഉത്തരവുകളെല്ലാം പാഴാക്കുന്ന തരത്തിലായിരുന്നു മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയക്കെതിരായ സൈബർ CIയുടെ നടപടികൾ. രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഷാജൻ സ്കറിയെ ഷർട്ട് പോലും ഇടാതെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി. അതും ആരാണ് പരാതിക്കാരി, പരാതിക്കാരിയുടെ പശ്ചാത്തലം, ആ പരാതിയിൽ കഴമ്പുണ്ടോ തുടങ്ങിയതൊന്നും പരിശോധിക്കാതെയായിരുന്നു അറസ്റ്റ്. ഒരു രാത്രി ഒരാളെ വെറുതെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തുക എന്ന കുതന്ത്രം അതീവ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ നീക്കം.